ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. നമുക്കിന്ന് കപ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അധികം കൊണ്ട് മൊരിഞ്ഞ് ഫ്രൈ ആവേണ്ട, കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി അതിലേക്ക് വേറൊന്ന് തക്കാളി പച്ചമുളകില്ല കേട്ടോ, തക്കാളി വെളുത്തുള്ളി ഒന്ന് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇത് കോഴിയിലേക്കാണ് കേട്ടോ, നമ്മളെ ചിക്കനിലേക്കാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൈസ് ബസ്മതി റൈസാണ്. അപ്പോൾ ബസ്മതി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൃത്യമായിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. നമുക്കതൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു വേവിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. വേവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് 2 മണിക്കൂർ സോക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കോഴിയിലേക്ക് ഓടി നോക്കാം. അതിലേക്ക് ഓയിൽ ഒഴിക്കുക, കുരുമുളക്, പട്ട, പൂവ്, ഏലക്ക, പിന്നെ ഉള്ളി ഒന്ന് എന്താ പറയുക, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്ക്, കുറച്ച് ഉപ്പിടുക കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉപ്പിടുന്ന വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഉപ്പൊക്കെ ഇടുക, ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ നേരത്തെ മന്തി മസാല ഉണ്ടാക്കിയല്ലോ, അത് 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും കോഴിയും ഇട്ടിട്ട് ഒറ്റ വിസിൽ തന്നാൽ മതി കേട്ടോ. ഒറ്റ വിസിലിൽ തന്നെ കോഴി റെഡിയാവും. പിന്നെ നമുക്ക് റൈസിനേക്കുള്ള പണി നോക്കാം. പിന്നെ റൈസിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ആദ്യം ചെമ്പട്ടിയായിട്ട് എടുത്ത്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നേരത്തെ നമ്മൾ കോഴി റെഡിയാക്കിയില്ലേ, അതിനകത്തുനിന്ന് കോഴി മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, ചാറ് എന്നൊക്കെ പറയും, കറി ചാറ്, അത് ഇതിലേക്ക് ഒഴിക്കുക. ഈ റൈസിൻ്റെ വാട്ടറിലേക്ക് ഒഴിക്കുക. നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോൾ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് വേവിക്കുക. ഈ കോഴി നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടുമല്ലോ. അത് കോഴി ഹാഫ് വേവ് എല്ലാം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കോഴി പൊരിച്ചെടുത്താൽ അടിപൊളിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കട്ടോ. മൂടി വെക്കണം, അല്ലാണ്ട് മൂടി വെക്കാണ്ട് എന്നാലേ വേവില്ല. മൂടി വെക്കാം. എന്നിട്ട് കുറച്ച് നോക്കിയപ്പോഴും വെന്തിട്ടില്ലായിരുന്നു, കാരണം സോക്ക് ചെയ്യുന്ന ടൈം കുറച്ച് കുറഞ്ഞതുകൊണ്ട് വേവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ കലാപരിപാടികളാണ്. എല്ലാം വെന്ത് ചോറൊക്കെ ആയി. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ. അടിപൊളി ടേസ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.